എക്സ്പ്രഷൻ കാണിച്ചതാ. പേടിയാത്രേ എല്ലാവർക്കും. ചേച്ചി പേടിയായി ഞങ്ങൾക്ക്. പേടിയായോ? ഇല്ല, ഞാൻ പാവാ. ഹൈലൈറ്റ് അല്ലേ? ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് ഇങ്ങനൊരു ക്യാരക്ടർ അമ്മ ക്യാരക്ടർ ചെയ്ത് വേറെ ഡിഫറെന്റ് അതൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെയാണ് സിനിമയിലൊക്കെ എത്തിപ്പെട്ട എങ്ങനെയാണ്? സിനിമയിൽ കൊറോണ ടൈമിലാണ് നമുക്ക് ഒരു എൻട്രി കിട്ടിയത്. അല്ല, ഐ മീൻ ഇതിലേക്ക് ഡേസറിയിലേക്ക് നമ്മുടെ രാഹുല് നമ്മളെ കണ്ടിട്ട് വിളിച്ചാണ്. ഇത് എത്രത്തോളം ഇപ്പം ചേച്ചിക്കായാലും എത്രത്തോളം ഒരു എന്താ പറയുക, ആ സമയത്ത് ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അപ്പോൾ അത് എത്രത്തോളം ഫസ്റ്റ് ടൈം ചെയ്ത സമയത്ത്? ആദ്യമൊക്കെ ടഫായിരുന്നു, പിന്നെ അതിലേക്ക് അങ്ങ് ഇന്നായി അടിപൊളിയാക്കി. പ്രണവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു സമയത്തൊക്കെ? പ്രണവ് നല്ല സപ്പോർട്ടീവാണ്. ചേച്ചി ഓക്കെ അല്ലേ എന്ന് ചോദിക്കും ചെയ്ത ഓരോ ടൈമിലും. അത് പിന്നെ രാഹുലിൻ്റെ ഇടപെടിയിൽ, ഫൈറ്റ് മാസ്റ്ററിൻ്റെ ഇടപെടിയിൽ എല്ലാം കൊണ്ടും കൂടെയുള്ള ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ടിങ് എല്ലാം കൂടി ആയപ്പോൾ നന്നായി എന്നാണ് എല്ലാവരും പറയണത്. നന്നായിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്, കുറേ ആൾക്ക് കുറേ കിട്ടിയിട്ടുണ്ട്. ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു? ഇല്ല അങ്ങനെ അത് ട്രെയിൻ ചെയ്തിട്ടാണല്ലോ. ട്രെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം എക്സസൈസ് ഒക്കെ ചെയ്ത് പരിപാടികളൊക്കെ അവർ നമ്മളെ ട്രെയിൻ ചെയ്യിച്ചിട്ടൊക്കെ ആണല്ലോ. എല്ലാം ഓക്കെ ആയി. ഇത്ര ആൾക്കാർ ഒരു സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതുപോലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ആളുകൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. ശരി, താങ്ക് യു.